ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുത്തോട്ടോ, അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇഞ്ചിയില്ലേ അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഉള്ളി പെട്ടെന്ന് തന്നെ സോട്ടായി കിട്ടും. പിന്നെ ഓവറായിട്ട് സോട്ടാവുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ട് വേണ്ട, അത്രയും മതി കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി. ഇതിപ്പം മുളക് പൊടി മാത്രമാണ് കേട്ടോ, മല്ലി മിക്സ് ചെയ്തതല്ല. 1/4 മുളക് പൊടി മാത്രമാണ്, അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പം ഇതിപ്പം ഒരു മീഡിയം സൈസിലുള്ള 2 പൊട്ടാറ്റോ ആണ്, ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 മീഡിയം സൈസ് ഉള്ളിക്ക് 2 മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്താൽ മതി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ചെറിയ കട്ടകളൊന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ചിക്കനാണ് കേട്ടോ. ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതിൽ ഉപ്പും മുളകും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ്. അപ്പം നമ്മൾ മുട്ടയൊക്കെ ചിക്കി എടുക്കില്ല, അതുപോലെ ചിക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടെന്ന് മനസ്സിലാവില്ല, എന്നാൽ ചിക്കൻ്റെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയായി. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ഇട്ട് കൊടുത്തോട്ടാ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ചിക്കന് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം എന്നില്ല, അതെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനിയിപ്പം ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിങ്ങനെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇപ്പം നമ്മൾ ബോണ്ടയൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ ചെയ്താൽ മതി. ഇത് ഒരു ബോണ്ട തന്നെയാണ്, എന്നാൽ ചിക്കൻ ഇട്ടുന്നേ ഇല്ല കേട്ടോ. നമ്മൾ ചായക്കടയിലെല്ലാം കിട്ടുന്ന ഒരു സൈസ് ബോണ്ടയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 12 ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റിൽ. അങ്ങനെ ഇതെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലോറാണ്. അപ്പം 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററാക്കി എടുക്കുക കേട്ടോ. അപ്പം ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കൂടുതലായിട്ട് ലൂസ് ആവണ്ട. ഞാനിപ്പോൾ 1/2 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ നിങ്ങളുടെ ഓരോ കടൽമാവിൻ്റെ രീതി അനുസരിച്ചിട്ട് കൂടിയും കുറയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല കട്ടിയുള്ളൊരു ബാറ്ററാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഓവറായിട്ട് ലൂസ് ആവാണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ റെഡിയാക്കി എടുക്കാം. കാരണം നമ്മൾ ഉണ്ടാക്കിയ ബോൾസ് അതിൽ ഡിപ്പ് ചെയ്യുമ്പം കറക്റ്റായിട്ട് കോട്ടാവണം. ഈ ഒരു കൺസിസ്റ്റൻസി ആയാലും മതി. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസ് ഓരോന്നായിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കിയ ബാറ്ററിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഇനി ഇതിൽ കുക്കാവാനൊന്നുമില്ല, ജസ്റ്റ് ആ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ രണ്ട് സൈഡും നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പം ഇത് നല്ലോണം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ കോൺഫ്ലോർ ആഡ് ആക്കിയതുകൊണ്ട് തന്നെ നല്ലോണം ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കുമല്ലോ. കാരണം ഉള്ളിൽ എന്തായാലും നമ്മൾ പൊട്ടാറ്റോ ഇട്ടതല്ലേ, അപ്പം സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പുറത്ത് പോയാലും ഒരിക്കൽ ചായക്കടയിൽ നിന്ന് കഴിച്ചതാണ് കേട്ടോ. അപ്പം അത് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.